പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക ക്ഷീരദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ. വനത്തിലെ പാലാഴി. ചിത്തിരവനത്തിലെ കൂട്ടുകാരികളായ ലില്ലി പശുവും ഡെയ്സി എരുമയും സന്തോഷത്തോടെ മേഞ്ഞു നടക്കുകയായിരുന്നു. മധുരമുള്ള പുല്ല് തിന്ന് തണുത്ത അരുവികളിൽ നീന്തിക്കുളിച്ച് അവർ ഉല്ലസിച്ചു. ഒരു ദിവസം അവർ ഒരു നേർത്ത തേങ്ങൽ കേട്ടു. കുറ്റിക്കാടിനിടയിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മാൻപേട വിശന്നു വലഞ്ഞ് വഴിതെറ്റിയെത്തിയ ആ മാൻപേട കരയുകയായിരുന്നു. ഡെയ്സി ദയയോടെ അവൾക്ക് മതിയാവോളം പാല് കറന്നുകൊടുത്തു. രുചികരമായ കൊഴുപ്പുള്ള പാല് കുടിച്ച് മാൻപേടയ്ക്ക് സന്തോഷമായി. ലില്ലി ആശ്ചര്യത്തോടെ പറഞ്ഞു, നിന്റെ പ്രവൃത്തി ഗംഭീരമായി. നീ നൽകിയ പാല് ഈ മാൻപേടയ്ക്ക് പുതുജീവൻ നൽകി. താമസിയാതെ ഡെയ്സിയുടെ രുചികരമായ പാലിനെക്കുറിച്ച് കേട്ട് മറ്റ് മൃഗക്കുട്ടികളും അവിടെ എത്തി. കുട്ടിക്കുരങ്ങന്മാർ വരെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഡെയ്സി സന്തോഷത്തോടെ അവർക്കെല്ലാം പാല് കറന്ന് ഇലക്കുമ്പിളിലാക്കി കുടിക്കാൻ കൊടുത്തു. കുഞ്ഞു മുയലുകളും അണ്ണാൻ കുഞ്ഞുങ്ങളും വന്നപ്പോൾ ലില്ലി പശു അവളുടെ കൊഴുപ്പ് കുറഞ്ഞ പാല് നൽകി സന്തോഷിപ്പിച്ചു. ഒരു ദിവസം മുത്തശ്ശിക്കുരങ്ങ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രകൃതി നൽകിയ സമ്മാനമാണിത്. എന്നാൽ കൂടുതൽ പേർക്ക് ഉപകാരമായാലോ? ഡെയ്സിയും ലില്ലിയും അക്കാര്യം സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി ഒരുമിച്ച് ഒരു കേന്ദ്രം തയ്യാറാക്കി. പൊള്ളയായ മരത്തടികൾ കൊണ്ടുള്ള കുഴലുകളും വലിയ കല്ലുകളും ഇലക്കുമ്പിളുകളും കൊണ്ട് അവർ പാല് കറന്ന് സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഡെയ്സി മരക്കുറ്റികളിൽ തൻ്റെ പാല് പകർന്നു വച്ചു. ലില്ലി ഇലക്കുടങ്ങളിലും. മിടുക്കന്മാരായ അണ്ണാരക്കണ്ണന്മാർ അത് ക്രീം പോലെയുള്ള വെണ്ണയാക്കി മാറ്റി. തേനീച്ചകൾ മധുരമുള്ള തൈരുണ്ടാക്കാൻ സ്വർണ്ണ നിറമുള്ള തേൻ തുള്ളികൾ ചേർത്തു. അവർ ആ പ്രത്യേക സ്ഥലത്തിന് വനത്തിലെ പാലാഴി എന്ന് പേര് നൽകി. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുഞ്ഞു മൃഗങ്ങൾ പ്രഭാത ഭക്ഷണത്തിനായി വനത്തിലെ പാലാഴിയിൽ ഒത്തുകൂടും. അവർ ശുദ്ധമായ പാല് കുടിക്കും. പൂക്കളിൽ നിന്നുണ്ടാക്കിയ തേൻ നുകരും, വെണ്ണ നുണയും. പലതരം വിത്തുകൾ ചേർത്തുണ്ടാക്കിയ തൈര് രുചിച്ചാണ് ചിലർ സന്തോഷിച്ചിരുന്നത്. അങ്ങനെ കൂട്ടായ പരിശ്രമത്തിൽ അവിടെ ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ലില്ലിയെയും ഡെയ്സിയെയും എല്ലാവരും ബഹുമാനത്തോടെ വനത്തിൻ്റെ അമ്മമാരെന്ന് വിളിച്ചു. പാലമൃത് പകർന്നു നൽകുന്ന അമ്മമാർ.